ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവർക്ക് അറിയാൻ പറ്റും ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഉള്ള മാനസികമായിട്ടുള്ള നമ്മുടെ വിഷമം. ആ ഒരു വീഡിയോക്ക് ഞാൻ ക്യാപ്ഷൻ ഇട്ട വീഡിയോക്ക് 1 മില്യൺ വ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ 10K കൂടുതൽ ലൈക്സും ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും ആളുകൾ സപ്പോർട്ടീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അതുപോലെ എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അതിന് മനസ്സിലായത്. ഞാൻ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് ഞാൻ വായിച്ചു തരട്ടാ. ഈ വീഡിയോ ലോങ് ആവുകയാണെങ്കിൽ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും, അല്ല ലോങ് ആവില്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യട്ടാ. സി സെക്ഷൻ കഴിഞ്ഞ് 5-ാം ദിവസം എന്റെ അടുത്ത് വന്ന് ഒരാൾ ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇപ്പോൾ വേദനയുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന്. ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കിടക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. കിടക്കുമ്പോൾ വേദന, എങ്ങനെ കിടന്നാൽ വേദന ഉണ്ടാകും, വേദന എങ്ങനെ കിടന്നാൽ വേദന ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് കിടക്കാനുള്ള കഷ്ടപ്പാടാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് കിട്ടണം സ്റ്റിച്ചിന്റെ വേദന ഇല്ലാതെ. ആ ഒരു ടൈമിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് എന്നായിരുന്നു, ഒരു മൂളല്. അപ്പോൾ ആ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് എന്റെ മനസ്സ് തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു. പ്രസവ വേദന അനുഭവിച്ചിട്ടും സി സെക്ഷന് ഇരയാകേണ്ടി വരിക, 3 ദിവസത്തെ പട്ടിണിയും രാവും പകലുമുള്ള ഉറക്കമൊഴിച്ചിലും, കൂടാതെ ഉണങ്ങാത്ത മുറിവിൽ കുഞ്ഞിനെ കിടത്തി ഫീഡ് ചെയ്യലും, വേദന സഹിച്ചുള്ള നടത്തവും തിരിച്ചും മറിച്ചും കിടത്തലും, ഇനി എങ്ങാനും കുഞ്ഞിന് വേണ്ട പാലും കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയാനുമില്ല പലരുടെയും മുറുമുറുപ്പ്. ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയാണ്, നിനക്കൊക്കെ എന്ത് വേദനയും ബുദ്ധിമുട്ട് മുഴുവനും ഡോക്ടറിനും നിന്റെ കെട്ടിയോനുമല്ലേ, അവന്റെ പൈസയല്ലേ കൊണ്ടുപോയി തുലച്ചത് എന്നൊക്കെ. ഈ സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോ കാതിനും മനസ്സിനും ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവർക്ക് അറിയാൻ പറ്റും ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഉള്ള മാനസികമായിട്ടുള്ള നമ്മുടെ വിഷമം. ആ ഒരു സുഖാണ്. അപ്പൊ പിന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞത് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയോ അല്ല കേട്ടോ, അവരല്ല പറഞ്ഞത്. അതും കൂടി ഞാൻ പറയണം, പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ എന്റെ സി സെക്ഷൻ കഴിഞ്ഞപ്പോ അത്യാവശ്യം നമ്മൾ സി സെക്ഷൻ എന്നൊരു സംഭവം പ്രതീക്ഷിച്ചിട്ടല്ല ഹോസ്പിറ്റലുകളിൽ പ്രഗ്നന്റ് ആവുമ്പോൾ പോകുന്നത്. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എന്റെ 19 വയസ്സിലാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നതും പ്രസവിക്കുന്നതൊക്കെ. അപ്പോ അങ്ങനെ നിർഭാഗ്യവശാല് അവിടെ ചെന്നപ്പോ എനിക്ക് നല്ല പനിയും ചുമയൊക്കെ വന്നു. ഡോക്ടർ ഡേറ്റിന്റെ 2 ദിവസം മുൻപ് സി സെക്ഷൻ വേണമെന്ന് പറയുകയും, അങ്ങനെ സി സെക്ഷന് അതിനു മുൻപ് എനിക്ക് തോന്നുന്നു രാത്രി മരുന്ന് വെച്ചിട്ട് വേദന ഒക്കെ അനുഭവിച്ചിട്ട് രാവിലെ 8 മണിക്കാണ് സി സെക്ഷൻ ചെയ്യുന്നത്. നോർമൽ കിട്ടുമോന്ന് അറിയാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് സി സെക്ഷൻ ചെയ്യുന്നത്. എന്നിട്ട് നല്ല ഒരു 1 ലാക്ക് ആവുകയും ചെയ്തു കേട്ടോ ഹോസ്പിറ്റലില്. അത് പറയാതിരിക്കാൻ പറ്റില്ല, 1 ലാക്ക് ആയിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല, നല്ല ക്യാഷ് ആയിരുന്നു. അതിന് എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. നമ്മൾ ഡോക്ടേഴ്സ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു തീരുമാനങ്ങൾ എടുക്കാനോ കാര്യങ്ങളോ, നമ്മൾ സാധാരണക്കാരാണ്. ഡോക്ടേഴ്സ് പറയുന്ന പോലെ കേൾക്കുക, നമുക്ക് വേറെ ഒരു വഴിയില്ല. അങ്ങനെ 1 ലാക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ അവിടെ താഴെ ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കണം എന്ന് തോന്നി. എന്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, പണ്ടുള്ളതിൽ നിന്ന് ഒരുപാട് ഞാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇൻസിഡന്റ് ഓർമ്മ വന്നു. അപ്പൊ തന്നെ ഞാൻ ആ ഒരു ഇൻസിഡന്റ് അവിടെ താഴെ എഴുതി. ഒരുപാട് സ്ത്രീകൾ അത് ഏറ്റെടുത്തു, സപ്പോർട്ടീവായിട്ട് നിന്നു. 1 മില്യൺ വ്യൂസും കിട്ടി അതിന്. അതിൽ ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടീവായിട്ട് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നലെ ഞാൻ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ആയിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്നത് കുറച്ച് ഭാഗം വോയിസ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. വോയിസ് ഇല്ലായിരുന്നു, കാരണം എൻ്റെ മൈക്കിലെ ചാർജ് തീർന്ന്. അപ്പൊ ഞാൻ വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് കമന്റ് നോക്കിയാലോ. ഫസ്റ്റ് കമന്റ് അല്ല, ഞാൻ പിൻ ചെയ്ത ഒരു കമന്റ് ആണ് കേട്ടോ.
സഫു ഇബ്രു ഇച്ചു എന്ന് പറയുന്ന ഒരാള് ഒരു പെൺകുട്ടി അവളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് എഴുതിയ കമന്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇട്ട ആളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് പിൻ ചെയ്ത് വെച്ചത്. അതിനുശേഷം ഒരുപാട് പേര് ഇങ്ങനെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ടും കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ്, നിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, സി സെക്ഷൻ കഴിഞ്ഞു റൂമിലേക്ക് മാറ്റിയ ആ സമയത്ത് തന്നെ നിനക്കൊന്നും പ്രസവിച്ച കൂലി കിട്ടൂലാന്ന്. പച്ചയിറച്ചി മുറിച്ചിട്ട് ആ ഒരു വേദനയായിട്ട് വന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രസവിച്ച കൂലി കിട്ടൂല എന്നൊക്കെ പറയണമെങ്കിൽ അത്രയ്ക്കും ഒരു മോശം ചിന്താഗതിയും തൊലിക്കട്ടിയുള്ള ഒരു വ്യക്തി ആയിരിക്കുമല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലേ? വളരെ മോശമാണ് അത്തരത്തില്. എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് അത്തരത്തിലൊക്കെ സംസാരിക്കുക. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ ചവിട്ടി താത്തുന്നത്. സ്ത്രീകൾ തന്നെയാണ് ഇതുപോലെയൊക്കെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അതിന് ഒരുപാട് പേര് ആ ഒരു സഫു ഇബ്രു ഇച്ചു എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കമന്റ് സജീന എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സജീന എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ്. ചിലർ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഞാനും ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന സമയത്ത് സ്റ്റിച്ചിന്റെ വേദനയും സഹിച്ചു കിടക്കുമ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു, വേദനയൊന്നും സഹിക്കാതെ നിനക്ക് കുഞ്ഞിനെ കിട്ടിയില്ലേ എന്ന്. നോർമൽ ഡെലിവറി കഴിഞ്ഞവരായിരിക്കും കേട്ടോ അധികവും ഇങ്ങനെ സംസാരിക്കുക. അവർക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവർ ചിന്തിക്കുന്നില്ല നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാണ് കുഞ്ഞിനെ പുറത്തെടുക്കുന്നതെന്ന് അവര് ചിന്തിക്കാതെ മനുഷ്യനെ വേദനിപ്പിക്കുക എന്നൊരു ചിന്തയിലൂടെ ആയിരിക്കും ഇങ്ങനെ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത്. മുഖത്ത് നോക്കി പറയാനും ഒരു മടിയും ഇല്ലല്ലോ അല്ലെ? ഞാനിട്ട ക്യാപ്ഷന് ആര്യ അപ്പൂസ് എന്ന അക്കൗണ്ടിൽ നിന്ന് സപ്പോർട്ടീവായിട്ട് ചിലക്കാണ്ട് പോവാൻ പറയണം, അല്ല പിന്നെ എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. പിന്നെ ഐ ആം നസ്രീൻ സപ്പോർട്ടീവായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണം, കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാമായിരുന്നില്ലേ എന്നൊക്കെ. താര ഇശൽ 100% ശരിയാണെന്ന് ഞാനിട്ട ആ ഒരു ക്യാപ്ഷനാണ് മറുപടി ആയിട്ട് 100% ശരിയാണ്, അനുഭവിച്ചവർക്കറിയാം. പിന്നെ ജോൺ എന്ന് പറയുന്ന ഒരാള് എനിക്ക് സപ്പോർട്ടീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. ആരേലും എന്തേലും പറയട്ടെ, നീ ഓക്കെ അല്ലേ എന്ന്. യെസ്, ഞാൻ ഓക്കെ ആണ്. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് അശ്വതി കൃഷ്ണൻ, പിന്നെ മിസ്സസ് ഗോപിക രാഹുൽ ലാൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് അത് അങ്ങനെ കുറച്ചെണ്ണം അവറ്റകളോട് പോയി പണി നോക്കാൻ പറ, അവരൊക്കെ ഒന്ന് സി സെക്ഷനിൽ പോയി അനുഭവിക്കണം. ശരിയാണ്, അവര് അതുപോലെയുള്ള സർജറിയോ കാര്യങ്ങളൊക്കെ അനുഭവിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ വേദന എത്രയാണെന്നും. നമ്മള് ആ ഒരു സ്റ്റിച്ച് ഉണങ്ങുന്ന വരെ എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് ഉണ്ടായിരിക്കും. മറ്റ് സർജറി പോലെ തന്നെ നന്നായിട്ട് നമ്മൾ ശരീരത്തിന്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ ഒരു ഭാഗം മുറിച്ചിട്ടല്ലേ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ സർജറി പോലെ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇതിനും ഉണ്ട്. ഇതും ഒരു സർജറി പോലെ തന്നെയാണ്, അസുഖമായിട്ടല്ല എന്നുള്ളൂ. പിന്നെ നൂറ ക്രിയേഷൻ, എനിക്കും സി സെക്ഷൻ ആയിരുന്നു. ഈ പറഞ്ഞത് എന്നോടായിരുന്നെങ്കിൽ ആ വേദനയിലും ഒന്ന് കൊടുത്തേനെ. സി സെക്ഷന്റെ വേദന അത് അനുഭവിച്ചവർക്കേ അറിയൂ. ശരിയാണ്. പിന്നെ ഷംലി, ഹിയ, ഇറ്റ്സ് മീ ബിൻസ്, റസീന, ഇവരൊക്കെ നന്നായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റസീന ഇട്ടിട്ടുണ്ടായിരുന്നു, സെയിം സിറ്റുവേഷനിൽ കടന്നു പോയ ആളാണ് ഞാനെന്ന്. അതായത് ഞാൻ അനുഭവിച്ച അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാനെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബഷീർ ഷംല, പിന്നെ അഷ്ന മുഹമ്മദ് നസീബ് ഇട്ടിട്ടുണ്ട്, ചങ്കിൽ കത്തി കുത്തി ഇറക്കുന്ന പോലെ സ്വന്തം ഫാമിലിയിൽ ഉണ്ടാകും ഇതുപോലെയുള്ള ഡയലോഗ് അടിക്കുന്ന ആളുകളെന്ന്. ശരിയാണ്, ഉണ്ടായിരിക്കും. അതുല്യ ഇട്ടിട്ടുണ്ട്, ഇതിനൊക്കെ സ്പോട്ടിൽ മറുപടി കൊടുക്കണം.
റിതം ഓഫ് ഹേർട്ട് ബീറ്റ്. സത്യം ചേച്ചി, എനിക്കും സി സെക്ഷൻ ആയിരുന്നു. ഞാനും കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ. സവിത പ്രതീഷ്. നോർമൽ ഡെലിവറിക്കും സി സെക്ഷനും രണ്ടും അതിൻ്റെതായ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ കുറെ എണ്ണം വരും. കുട്ടിയുടെ കളർ, അമ്മയുടെ പാലിന്റെ അളവ്, തലയുടെ പരപ്പ്, കാലിന്റെ വളവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുഞ്ഞിനെ കാണാൻ കുടുംബക്കാരുടെ ഒരു വരവുണ്ട്. യാ റബ്ബേ, ഓളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോറി ഉണ്ടാകും. അവരുടെ പ്രസവം തൊട്ട് ഇന്നലെ പെറ്റോരുടെ വരെ. ഇതിൽ നിന്ന് കമ്പയറിങ്ങും കാലം എത്ര മാറിയാലും ഇന്നും ബുദ്ധിവികാസം ഉണ്ടാകാത്ത കുറെ എണ്ണം. ഇനിയും പറയാനുണ്ട്. ഇത്രയൊക്കെ ആയപ്പോ തന്നെ ഒരു മനസുഖം. ശരിയാണ്, കാലം എത്ര മാറിയാലും ഈ ഒരു സി സെക്ഷനെ ബ്ലെസ്സിങ് ആയിട്ട് കാണേണ്ട ഒരു അവസ്ഥയിൽ പോലും അതിനെ വളരെ മോശമായിട്ട് കാണുന്ന ആളുകൾ ഇന്നത്തെ കാലത്തും ഉണ്ട്. ജസ ജംഷീദ്. നല്ല ചുട്ട മറുപടി കൊടുക്കണം. റസൽ. ക്യാപ്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. അസ്നത്ത്. ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കണം. പിന്നെ ഷഹന നൗഫൽ എന്ന് പറയുന്ന ആ ആള് എഴുതിയ കമന്റ് എനിക്ക് തന്നെ ഭയങ്കര കേട്ടപ്പോ ഭയങ്കര വേദന തോന്നി. കാരണം അവരുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു കാര്യം സി സെക്ഷൻ കഴിഞ്ഞപ്പോൾ കേൾക്കേണ്ടി വന്നത്. സി സെക്ഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ ചെറിയൊരു കാര്യത്തിന് ഹസ് എന്നോട് പറഞ്ഞു, നിന്നെ കീറി മുറിച്ചിട്ടും മതിയായില്ലേ എന്ന്. അന്നേരം അനുഭവിച്ച വേദന 1 ഇയർ കഴിഞ്ഞിട്ടും അത് ഓർക്കുമ്പോൾ കണ്ണ് നിറയും. 1 ഇയർ അല്ല, എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ഈ ഡെലിവറി കഴിഞ്ഞ്, ഇനിയിപ്പോ സി സെക്ഷൻ ആവട്ടെ നോർമൽ ആവട്ടെ, ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമ്മൾ നല്ലോണം ഡൗൺ ആയിരിക്കും. ആ ഒരു ടൈമില് വീണ്ടും ഇതുപോലെ എന്താന്നറിയില്ല, ആ ഒരു സമയത്ത് പലർക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അവർ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ കമന്റ്സ് ഒക്കെ തന്നെ അതിന് എക്സാമ്പിൾ ആണ്. ഡെലിവറി കഴിഞ്ഞ് ആ ഒരു സമയത്ത് പലരും അനാവശ്യമായിട്ടുള്ള സംസാരം അവിടെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ഒരു മോശം രീതിയിൽ അവർ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട് പല ആൾക്കാരും. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീയെ കാണുമ്പോ എന്താ ഇത്ര ദേഷ്യമൊന്നും, എന്തുകൊണ്ടാണ് ഇത്തരത്തില് ആ ഒരു ശാരീരികമായും മാനസികമായും ഒക്കെ ഡൗൺ ആയി നിൽക്കുന്ന ആ സ്ത്രീയെ കാണുമ്പോ എന്താ ഇത്ര ദേഷ്യമൊന്നും, മോശമായിട്ട് എന്തിനാണ് അവളോട് ഇങ്ങനെ പെരുമാറുന്നതെന്നും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. പലരും അങ്ങനെയാണ്. പലരും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിരിക്കും. എന്നാലും അങ്ങനെയാണ്. ഫാത്തിമ ഷബ്ന. ഞാൻ ഹോസ്പിറ്റൽ നഴ്സുമാരോട് പറഞ്ഞു ആവശ്യമില്ലാതെ ആരെയും കടത്തിവിടരുതെന്ന്. വിസിറ്റേഴ്സിനെ കടത്തിവിടരുത് ആവശ്യമില്ലാതെ എന്ന് ഹോസ്പിറ്റൽ നഴ്സുമാരോട് പറഞ്ഞു. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടാലും വീട്ടിൽ പോയാലും ചിലപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും വിസിറ്റേഴ്സിൽ നിന്ന്. ജുമ്മി ലവ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. ഞാനും അനുഭവിച്ചതാണ് ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ. പിന്നെ ഹർഷ ശ്യാം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന്, എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ 2 കൊടുക്കാൻ തോന്നും. അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട്. ശരിയാണ്, എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം ഇല്ലാന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. ഇതുപോലെ കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് കഴിയുന്ന പോലെ കുറെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേര് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് നിന്നു. പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പിന്നെ മാക്സിമം ഇതുപോലെ ഈ ഒരു സി സെക്ഷൻ ആവട്ടെ നോർമൽ ഡെലിവറി ആവട്ടെ, ഇത് കഴിഞ്ഞ് കിടക്കുന്നവരോട് വളരെ കൈൻഡായിട്ട് ദയോട് കൂടിയിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ആ ഒരു സമയം എന്ന് പറയുമ്പോൾ മെന്റലി ആൻഡ് ഫിസിക്കലി സ്ത്രീകൾ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ടൈമാണ്. മെന്റലിയും ഫിസിക്കലിയും ഒക്കെ സപ്പോർട്ട് വേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് കുത്തുവാക്കുകൾ കൊണ്ട് നിറയ്ക്കാതെ സപ്പോർട്ടീവായിട്ട് നല്ല രീതിയിൽ പ്ലസന്റ് ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. Thank you so much for watching my video and keep watching. Bye.